ഹായ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇച്ചിരി മുമ്പ് കണ്ട ആ വീഡിയോയിൽ ഉണ്ടാക്കിയ ആ ഒരു മരം അല്ലെങ്കിൽ ആ ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ലൈറ്റിങ്ങും അങ്ങനെയുള്ള സംഭവം നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ബ്ലെൻഡർ എടുക്കുന്നു. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലാത്തതുകൊണ്ട് എ അടിക്കുക, എക്സ് അടിക്കുക, ഡി അടിക്കുക. ഓക്കെ. അപ്പം നമുക്ക് ആദ്യം വേണ്ടതെന്ന് വെച്ചാൽ ഒരു പ്ലെയിൻ വേണം. അപ്പം മെഷ് എടുക്കുന്നു, നമ്മളൊരു പ്ലെയിൻ എടുക്കുന്നു, സ്കെയിൽ ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഇത് നമ്മുടെ ആ ഗ്രൗണ്ട്. ഓക്കെ. ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നൊരു ബൊട്ടാണിക് എന്ന് പറഞ്ഞൊരു ആഡ് ഓൺ ആണ്. നമുക്ക് ഈ മരത്തിൻ്റെ ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നത്, ഇപ്പം നമുക്ക് വേണമെങ്കിൽ മരം വേണമെങ്കിൽ നമുക്ക് സ്കെച്ച് ഫാബിന്നോ അല്ലെങ്കിൽ ഫാബിന്നോ അങ്ങനെ എവിടെയെങ്കിലും വേണമെങ്കിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്തിടാം. ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്ന ബൊട്ടാണിക് എന്ന് പറഞ്ഞൊരു സാധനത്തിനകത്തുനിന്ന് എടുക്കുന്നു. ഇപ്പം ഇതിനകത്ത് ഇത്രയും മരങ്ങളൊക്കെ ഉണ്ട്. ഇഷ്ടം പോലെയുള്ള മരങ്ങളും കുറേ വെറൈറ്റി ഐറ്റംസ് എല്ലാം ഉണ്ട്. ഇപ്പം ഞാൻ ഇപ്പം തൽക്കാലം യൂസ് ചെയ്യുന്ന നമുക്ക് ഈ ഒരു മരം യൂസ് ചെയ്യാം. ഓക്കെ. ഇപ്പം ഞാൻ ആ മരം എടുത്തു. നമുക്ക് ഈ ഒരു സ്കെയിലിങ് കുറയ്ക്കാം. സ്കെയിലിങ് കുറച്ച് വെച്ച്. ഓക്കെ. ഇപ്പോൾ ഈ മരത്തിൻ്റെ ഒരു ഇതാണല്ലോ, ഇതാണ് മരം. ഓക്കെ. പിന്നെ ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഈ ഗ്രൗണ്ട് നമുക്കൊന്ന് ചിമ്പിൾ സ്കെയിലപ്പ് ചെയ്തിട്ട് ഗ്രൗണ്ട് പുല്ലും കാര്യങ്ങളൊക്കെ അതും തന്നെ നമുക്ക് ഈ ബൊട്ടാണിക്കിനകത്ത് തന്നെ ഉണ്ട്. സ്പാൻസെറ്റ് അല്ല, ഇതിൻ്റെ താഴോട്ട് വരുമ്പോൾ സ്കാറ്റർ എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. ഈ സ്കാറ്ററിൻ്റെ അത് നമ്മൾ പ്ലസ് സൈൻ അടിച്ചാൽ നമുക്ക് ഇതിനകത്ത് തന്നെ ഇഷ്ടമുള്ള പുൽമേടും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ. അപ്പം നമ്മൾ ഇപ്പം ഫ്ലവർ, ഓക്കെ, ഈ ഫ്ലവർ വെത്ത് കൊടുക്കുന്നു. ഓക്കെ അടിക്കുന്നു. താണ്ട ഫ്ലവറും കാര്യമൊക്കെ കിട്ടി. ഓക്കെ. ഇതിപ്പോൾ റെൻഡർ വ്യൂവിലോട്ട് പോയിട്ടെന്ന് വെച്ചാലും പ്രത്യേകിച്ച് കാര്യമില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ലൈറ്റില്ല, HDR ഇല്ല, ഒന്നും തന്നെ ഇല്ല. ഓക്കെ. അപ്പോൾ നമ്മൾ ഇത് ജസ്റ്റ് അതിന് മുമ്പ് ഇതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ ഇതേ തന്നെ കുറയ്ക്കാം. നമ്പർ ഇച്ചിരി കുറച്ച്, സ്കെയില് ഓക്കെ, സ്കെയിൽ കുറച്ചു. പിന്നെ റാൻഡമൈസ് കുറച്ച് കൊടുക്കാം, കാരണം എല്ലാം ഒരുപോലെ ഇരിക്കത്തൊന്നുമില്ല. അപ്പോൾ റാൻഡമൈസ് ചെയ്തു. ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ലൈറ്റിങ് കാര്യങ്ങളാണ് ഇനി സെറ്റാക്കേണ്ടത്. ഓക്കെ. പിന്നെ അതിനു മുമ്പ് നമ്മൾ റെൻഡർ സെറ്റിങ്ങിൽ പോയിട്ട് EV മാറ്റി സൈക്കിൾസ് കൊടുക്കുക. അതുപോലെ തന്നെ CPU GPU ആക്കുക. ഇനി നമ്മൾ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിനു മുമ്പ് നമുക്കൊരു ക്യാമറ സെറ്റ്. ഓക്കെ. മെയിനായിട്ട് റെൻഡറിൻ്റെ ആവശ്യമുള്ളത് നമുക്കൊരു ക്യാമറ. അപ്പോൾ നമ്മൾ ഷിഫ്റ്റ് പിടിക്കുന്നു, ക്യാമറ. പിന്നെ നമുക്ക് ക്യാമറ നമ്മുടെ ഇഷ്ടമുള്ള ഒരു ഏരിയയിലോട്ട് നമുക്ക് സെറ്റ് ആക്കണമെങ്കിൽ ഇപ്പോൾ നമ്മളതുകൊണ്ട് ഈ ഒരു ഏരിയ ഞാൻ സെറ്റ് ചെയ്തു. ഓക്കെ. അപ്പോൾ Ctrl+Alt+0 അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഏരിയയിലിടും. പിന്നെ ഷിഫ്റ്റും വേവും കൂടി സെറ്റ് ചെയ്താൽ എന്ന് വെച്ചാൽ നമ്മുടെ ടാബിൻ്റെ മണ്ടയ്ക്ക് ഇരിക്കുന്നതാണ് വേവ്. ഓക്കെ. ഇതിപ്പോൾ നമുക്ക് അടിച്ചാൽ മുകളിലോട്ട്, ഇത് താഴോട്ട് എന്ന് വെച്ചാൽ Q താഴോട്ട്, W ഫോർവേഡ്, S ബാക്ക്വേഡ്. ഇപ്പോൾ നമ്മൾ ഇച്ചിരി ബാക്ക്വേഡ് അടിച്ച് ഓക്കെ ഇത്രയും വയ്ക്കുന്നു. ഇപ്പം ക്യാമറ സെറ്റ് ചെയ്തു. ഇനി നമുക്ക് എന്നാ വേണ്ടതെന്ന് വെച്ചാൽ ലൈറ്റിംഗ് ആണ്. ലൈറ്റിങ്ങിന് വേണ്ടി ഞാനിപ്പം ഒരെണ്ണം യൂസ് ചെയ്യുന്ന ഒരു സണ്ണ് കൊടുക്കുക. ഡയറക്ഷൻ. ഓക്കെ. ഈ ഷോർട്ട് കീ കിട്ടാൻ വേണ്ടി നമ്മൾ ഷിഫ്റ്റ് പ്ലസ് സ്പേസ് ബാർ ആണ്. ഷിഫ്റ്റ് സ്പേസ് ബാർ അടിക്കുമ്പോൾ ഈ ഒരു ഓപ്ഷൻസ് കിട്ടും. നമുക്ക് ഈ സൈഡിലും ഉണ്ട്, അല്ലാതെ തന്നെ SRT ഒക്കെ അങ്ങനെയൊക്കെ ഉണ്ട്, അത് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ. ഇപ്പം ഞാനിത് കൊടുത്തു. ഇപ്പം റെൻഡർ വ്യൂയിലോട്ട് പോയാൽ ഓക്കെ ഈ ഒരു ഇതിലാണ് വരുന്നത്. കാരണം എന്ന് വെച്ചാൽ ലൈറ്റിങ് എന്തായാലും ഇല്ല. ഇതിൻ്റെ സണ്ണ് കൊടുത്തു, അതിൻ്റെ നേരെ ഇവിടെ ഡാറ്റ ഉണ്ട്. എന്ന് വെച്ചാൽ ലൈറ്റിൻ്റെ ഡാറ്റയിൽ പോയിട്ട് നമുക്കൊരു 10 കൊടുത്ത ഇത് കണ്ടോ, ലൈറ്റ് വ്യത്യാസം ഉണ്ട്. ഇതിൻ്റെ അകത്ത് നമ്മൾ ഇച്ചിരി കളറും കൂടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ആശമായി കണ്ടോ, ശരി 50 കേട്ടോ. ഇതിപ്പോൾ ഇത് കൂട്ടിയിടുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഉണ്ട്, അത് ലാസ്റ്റ് ആഴ്ച. പക്ഷേ ഇപ്പോൾ നമ്മൾ ഇത്രയും കൊടുത്തു, അത് നമുക്ക് വേണമെങ്കിൽ കുറയ്ക്കാം, അത് നമുക്ക് എത്ര വേണമെങ്കിൽ നമുക്ക് സെറ്റാക്കാം കേട്ടോ. ഇപ്പോൾ കൂട്ടിയിട്ടാൽ നിങ്ങൾക്ക് ലാസ്റ്റ് വേണമെങ്കിൽ കുറച്ചാലും മതി, ലാസ്റ്റ് വേണമെങ്കിൽ കൂട്ടാം. ഓക്കെ. പിന്നെ ഇപ്പം എന്ന് വെച്ചാൽ ഈവനായിട്ടല്ല കിടക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ഒരു സണ്ണ് കൊടുത്തു, പക്ഷേ അതൊരു എല്ലാ സ്ഥലത്തും കൂടി ഇവിടെ ഇതുണ്ട്. ഇപ്പോഴത്തെ എല്ലാം ബ്ലാക്ക് ആയിട്ട് തന്നെ കിടക്കുന്നത്. അപ്പോൾ നമ്മൾ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു HDR നമ്മൾ സെറ്റാക്കി വിടണം. അപ്പോൾ നമ്മൾ ഷെയ്ഡ് എഡിറ്റർ പോകുന്നു, വേൾഡിൽ പോയി ഷിഫ്റ്റ് അടിച്ചിട്ട് ഒരു ഇമേജ് ടെക്സ്ചർ ആഡ് ചെയ്യുക. ഓക്കെ. ഇമേജ് ടെക്സ്ചർ ആഡ് ചെയ്യുന്നു, ഡൗൺലോഡ്സ് ഒരു ലൈറ്റ് സെറ്റ് ചെയ്യുന്നു, കൊടുക്കണം.
അപ്പോൾ ഇത് ഇമേജ് ടെക്സ്ചർ ഇതിനകത്ത് സെറ്റായിട്ട് കിടക്കുന്നുണ്ട്. ഐ മീൻ HDRI ഒരെണ്ണം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ നമുക്ക് വാല്യൂസ് ഇപ്പം 2 ആക്കി കൊടുത്താൽ അതിൻ്റെ ആ ഒരു ലൈറ്റപ്പും കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് കിട്ടാറ്. ഓക്കെ, പിന്നെ നമുക്ക് ഇപ്പുറത്തെ ലൈറ്റിലോട്ട് ഇതിപ്പം ഇനി ഇത് ബാക്ക് എടുക്കാം. നമുക്ക് ജസ്റ്റ് ടൈം ലൈൻ തന്നെ കൊട്ടിട്ടേക്കാം. ഓക്കെ, നമുക്ക് ഈ ഭാഗത്തൊരു ലൈറ്റിങ് ഏരിയ ലൈറ്റ് കൊടുക്കുന്നു. ഓക്കെ, സ്കെയിൽ കൊടുക്കുക. ഓക്കെ, നമ്മളോട് ക്യാമറ വേ നോക്കുമ്പം റൈറ്റ് കുഴപ്പമില്ല. ഇനി എന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് ഇപ്പോൾ ഒരു ലൈറ്റും കാര്യങ്ങളൊക്കെ ആയി, പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഒരു ഡെപ്ത് ഇല്ല. നമ്മളിപ്പോൾ ലൈറ്റ് അടിക്കുന്നുണ്ട്, പക്ഷേ ഇതിനൊരു ഡെപ്ത് കിട്ടുന്നില്ല. അപ്പോൾ ആ ഡെപ്ത് കിട്ടാൻ വേണ്ടി നമ്മൾ ആഡ് ചെയ്തൊരു സാധനമാണ് ഫോഗ്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരെ സോളിഡ് വേയിലോട്ട് പോകുന്നു. ഷിഫ്റ്റ് പിടിച്ച് നമ്മളൊരു ക്യൂബ് സെറ്റ് ചെയ്യുന്നു, സ്കെയിൽ അടിക്കുന്നു, വലുതാക്കുന്നു. ഓക്കെ, ഇത്ര ആവശ്യമില്ല. 40 ഇത്ര നമ്മൾ സെറ്റാക്കി വെച്ചു. ഇനി എന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് സെലക്ട് ചെയ്തിട്ട് നമ്മുടെ ഇവിടെ പ്രോപ്പർട്ടീസ് ഉണ്ട്, ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസിൻ്റെ അകത്ത് പോയിട്ട് ഇവിടെ വ്യൂപോർട്ട് ഡിസ്പ്ലേ ഉണ്ട്. ഈ വ്യൂപോർട്ട് ഡിസ്പ്ലേക്കകത്ത് ടെക്സ്ചറിന് വേണ്ടി നമ്മൾ ബോണ്ടാക്കിയിട്ടത് ഈ ബോണ്ടാക്കിയിട്ട്, അപ്പോൾ നമുക്കത് ജസ്റ്റ് കാണാൻ വേണ്ടിയാണ്. ജസ്റ്റ് ഇതിനകത്ത് ഉണ്ട്. ഓക്കെ, അത് എന്ന് വെച്ചാൽ ഇതാണ് ഏരിയ എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കി എടുക്കാനുള്ളൊരു ഭാഗത്തിന്. ഓക്കെ, ഇപ്പോൾ നമ്മളിത് തന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ വീണ്ടും ഷെയ്ഡർ എഡിറ്റ് പോകുന്നു. ഇത് ഇപ്പോൾ വേൾഡിൽ കിടക്കാം. അപ്പോൾ ഈ വേൾഡ് മാറ്റി ഒബ്ജക്റ്റ് ആക്കുക എന്ന് വെച്ചാൽ ഇത് നമ്മൾ ന്യൂ അടിക്കുക. ഇപ്പോൾ പ്രിൻസിപ്പൽ ബേസ്ഡ് എഫ് ഇത് നമുക്ക് എന്തായാലും വേണ്ട, ഡിലീറ്റ് അടിക്കുക. ഷിഫ്റ്റായി പിടിച്ചിട്ട് വോളിയം കണ്ടോ, പ്രിൻസിപ്പൽ വോളിയം എന്ന് പറയുന്നത് എടുത്തിട്ട് ഇതിൻ്റെ വോളിയത്തിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. വോളിയത്തിലോട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ ഇപ്പം റെൻഡർ വ്യൂ പോയാൽ പ്രത്യേകിച്ചൊന്നും കാണത്തില്ല. ഓക്കെ, 0 ആയിട്ടാണ്. ഇപ്പോൾ ഇവിടെ നമ്മളൊരു 0.002 കൊടുത്താൽ കണ്ടോ ആ ഒരു ഡെപ്ത്ത് നമുക്ക് കിട്ടും. എന്ന് പറയുമ്പം ഡെപ്ത്ത് കിട്ടും എന്ന് വെച്ചാൽ ഇതില്ലാത്ത ഇപ്പോൾ ഈ ക്യൂബ് ഇതാണ്. ഇപ്പോൾ ഈ ക്യൂബ് നമ്മളില്ല, ക്യൂബുണ്ട്. ഇപ്പം നമ്മൾ ഈ ക്യൂബ് കൊടുത്തിട്ട് ഇപ്പോൾ ഇത് കൊടുത്തു. ഓക്കെ, ഇനി നമുക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിപ്പം ഇത്രയും മതി. ഓക്കെ, ഇനി നമ്മൾ കോമ്പോസിറ്റർ പോകണം. കോമ്പോസിറ്റർ എഡിറ്റിൽ പോയിട്ട് യൂസ് നോട്ട് അടിക്കുക, വയ്ക്കുക, സെർച്ച് ഫോർ ഗ്ലെയർ എടുക്കുന്നു. പിന്നെ നമുക്കൊരു RGB കേർവും കൂടി വേണം നമ്മൾ സെറ്റ് ചെയ്ത് കിട്ടും. ഈ സ്ട്രീക്സ് മാറ്റി നമ്മൾ ഗ്ലോ ആക്കുന്നു. അതിന് മുമ്പ് നമ്മളിവിടെ സെറ്റിങ് വന്നിട്ട് ഈ ഡിസേബിൾ മാറ്റിയിട്ട് ഓൾവേസ് ആക്കുക. ഇതുകൊണ്ട് വ്യത്യാസമായി നമ്മൾ ആ ഫ്ലോ ഗ്ലോ ഇടുന്നതിൻ്റെ ഒരു രീതിയാണ്. ഇതിപ്പം നമുക്ക് ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യാം. And soil. Shall we hit it? How do you know about this? Tough. Feeling. ഇപ്പോൾ മൊത്തം ഏരിയയിലോട്ട് സ്പ്രെഡാക്കി കൊടുക്കും. കണ്ടില്ലേ, അത്ര ഏരിയ സ്പ്രെഡാക്കി കൊടുത്ത് കഴിയുമ്പം നമ്മൾ ഇതിൻ്റെ അകത്ത് സ്റ്റാർട്ട്
ഓക്കെ. ലൈറ്റിൻ്റെ ആണ് ലൈറ്റ് കുറച്ചും കൂടി താഴ്ത്തി. ഓക്കെ, കാഴ്ച ഒക്കെ ആയിട്ടുണ്ട്, ലൈറ്റിംഗ് ഒക്കെ ഒക്കെ ഉണ്ട്. എന്നിട്ടെണ്ണയുണ്ട് ഈ ലൈറ്റിൻ്റെ വേണമെങ്കിൽ നമുക്ക് 50 കൊടുത്തിട്ടുണ്ട്. കുറച്ച് താഴെ ലൈറ്റിങ് വേസ് വെച്ചാൽ ഒരു ഇത് ഏറി വെച്ചിട്ടുണ്ട്. ഈ ഏരിയയിലേക്ക് സമയത്ത് എൻപോടെ തിരിച്ച് ലൈറ്റ് കൊടുത്തിട്ട് നിർമ്മാണം ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പം ഏകദേശം നമ്മുടെ ലൈറ്റിങ്ങും പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇത് ഇൻഫോർമേഷൻ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പം ലൈറ്റിങ്ങും പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി നേരെ ടൈം ലൈനിൽ വന്നു. ഇനി നമുക്ക് തന്നെ പരിപാടി എന്ന് വെച്ചാൽ ആനിമേഷൻ അങ്ങനെയൊക്കെ ഉള്ളൊരു കാര്യങ്ങൾ. ഇപ്പം ആനിമേഷൻ ചെയ്യാനാണെങ്കിൽ നമ്മൾ ക്യാമറ സെലക്ട് ചെയ്യുക, ഐ കൊടുക്കുക, ലൊക്കേഷൻ റൊട്ടേഷൻ കൊടുക്കുക, കുറച്ച് ഇൻപുട്ട് വന്നിട്ട് നമ്മൾ ക്യാമറ കുറച്ച് ഇമ്പോർട്ടാക്കുന്നു. ഇമ്പോർട്ടാക്കിയിട്ട് നമ്മൾ ഐ അടിച്ച് ലൊക്കേഷൻ റൊട്ടേഷൻ കൊടുക്കും. ഓക്കെ, ഈ ഫയൽ ആ ഒരു ഫ്രെയിമിന് മുമ്പോട്ട് ഇങ്ങനെ കൊണ്ടുപോകുന്നൊരു സാധനം നോക്കട്ടെ. ഓക്കെ, അപ്പോൾ അതങ്ങനെ ഫ്രണ്ടിലോട്ട് പോകുമ്പം അവരത്. പിന്നെ നമുക്ക് ബാക്ക്ഗ്രൗണ്ടിലെ HDRI നമുക്ക് മാറ്റണമെങ്കിൽ റണ്ടർ സെറ്റിങ്സിൻ്റെ അകത്ത് ഫിലിം എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഈ ഫിലിമിൻ്റെ അകത്ത് ഓപ്ഷൻ്റെ അകത്ത് ട്രാൻസ്പെറൻറ്റ് ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഈ റണ്ടർ അങ്ങ് മാറി. ഓക്കെ, അപ്പോൾ ഈ റണ്ടർ നിങ്ങൾക്ക് പുറകിലത്തെ ആ ഒരു ഇത് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എപ്പോൾ വേണമെങ്കിലും ഓഫ് ചെയ്തിടാവുന്നതാണ്. നമുക്കത് ഇല്ലെങ്കിൽ അത് ഒരു കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ നമുക്ക് PNG ആയിട്ട് എടുക്കാനായിട്ട് ഔട്ട് PNG ആയിട്ട് എടുക്കണമെങ്കിൽ അത് ജസ്റ്റ് ട്രാൻസ്പെറൻ്റ് ആക്കാം. ട്രാൻസ്പെറൻ്റ് ആക്കി കഴിഞ്ഞാൽ ഈ ഇത്ര ഏരിയ മാത്രമായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഈ സാധനം എടുത്ത് നമ്മൾ വീഡിയോയിൽ കമ്പോസിറ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് സമ്പാദനം ചെയ്യാൻ പറ്റും. അപ്പോൾ ഓക്കെ, അപ്പോൾ അത് ഇനി നമ്മൾ എന്നാന്ന് വെച്ചാൽ റണ്ടർ ഭാഗത്തോട്ട്. ഇപ്പോൾ റണ്ടർ ഏരിയക്കകത്ത് വരുമ്പം നമ്മൾ ഇത് സൈക്കിൾസ് ആണോ നോക്കുക, GB കറക്റ്റാണോ നോക്കുക. പിന്നെ ഇത് 1000 കൊടുക്കണമെന്ന് തന്നെ ഇല്ല, ജസ്റ്റ് 512 കൊടുക്കാം, അല്ലെങ്കിൽ 100 കൊടുക്കാം. ഇപ്പോൾ ഞാൻ 512 ആണ് കൊടുക്കുന്നത്. ഇത് സാമ്പിൾസ് ഈ സാമ്പിൾസ് അല്ല കേട്ടോ, നമ്മൾ മാറ്റേണ്ടത് ഈ റണ്ടറിൻ്റെ സാമ്പിൾസാണ് സത്യം പറഞ്ഞാൽ മാറ്റേണ്ടത്. ഓക്കെ, 512 കൊടുക്കുക, കൊടുത്തു. പിന്നെ ഡീനോയ്സ് ഉണ്ട്. പിന്നെ നമുക്ക് വേണമെങ്കിൽ വേണ്ട അതല്ല, ഇനി എന്നെ ചെയ്യട്ടെ, ഔട്ട്പുട്ട് സെറ്റാക്കി കൊടുക്കണം. ഏരിയ ഏതാണെന്ന് വെച്ചാൽ ഔട്ട്പുട്ട് നമ്മൾ സെറ്റാക്കി കൊടുക്കുക. PNG ആണോന്ന് ഏതാണെന്ന് വെച്ചാൽ PNG ഫോർമാറ്റ് തന്നെ ആയിരിക്കും ഏറ്റവും നല്ലത്. കളർ എടുത്ത് 816 ഒന്നും കൊടുക്കണ്ട, 8 തന്നെ കൊടുത്തിട്ട് മതി. നമുക്ക് കൂടുതൽ വേണമെങ്കിൽ 16 കൊടുക്കാം. പിന്നെ ഇത് ടൈമിൽ നമ്മൾ എത്ര വരെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഞാൻ 250 എടുക്കുന്നത്, അപ്പം 250 ഞാൻ ഫ്രെയിംസ് എടുക്കുന്നുണ്ട്. നമ്മൾ ഏതാ ഫ്രെയിംസ് എന്ന് വെച്ചാൽ ഞാൻ 30 ഫ്രെയിംസ് FPS എടുക്കുന്നുണ്ട്. റെൻഡർ റീജിയൻ എന്ന് പറയുമ്പോൾ ഈ ഏരിയ മാത്രം റെൻഡറായിട്ട് കിട്ടും നമുക്ക്. അപ്പോൾ അത്ര ടൈം ലാഭം നമുക്ക് കിട്ടും എന്നുള്ള രീതിയിലാണ് നമ്മൾ ആ ഒരു ക്രോപ്പ് റെൻഡറും ഈ റെൻഡർ റീജിയനും എല്ലാം കൊടുക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് സൈബറിൽ വേറെ പണിയുന്നില്ല. ക്യാമറ കൊടുത്തു നമ്മൾ ഈ റെൻഡറിൻ്റെ അകത്ത് ഈ റെൻഡർ ആനിമേഷൻ അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ കീ ഫ്രെയിം മൊത്തമായിട്ട് ആനിമേഷൻ. ഇപ്പോൾ നമ്മൾ ആ ജസ്റ്റ് ടെസ്റ്റ് അടിക്കാൻ വേണ്ടി നമുക്ക് ജസ്റ്റ് ഒന്ന് റെൻഡർ അടിക്കാം. അപ്പോൾ ജസ്റ്റ് സോളിഡ് വേയിൽ പോയിട്ട് നമുക്ക് F12 അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്രെയിം റെൻഡർ ആവുന്നതിൻ്റെ ഇത് കാണിക്കും. ഈ ഫ്രെയിം റെൻഡർ ആകുമ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ ആദ്യം നമ്മുടെ ആ ഫസ്റ്റ് ലൈറ്റിംഗ് ഇല്ലേ എന്ന് വെച്ചാൽ കോമ്പോസിറ്റ് ചെയ്യുന്നതിൻ്റെ തൊട്ട് മുമ്പുള്ളൊരു ലൈറ്റിംഗ് ഉണ്ട്. ആ ലൈറ്റിംഗ് മാത്രമേ ആദ്യം ആ സാമ്പിൾസ് എല്ലാം റെഡി ആകുമ്പോഴത്തേക്കുള്ള നമ്മൾ കാണത്തുള്ളൂ.
ഈ സാമ്പിൾസ് എല്ലാം ഫുൾ ഫിനിഷ്ഡായിട്ട് ഡീനോയ്സ് കഴിഞ്ഞിട്ടാണ് നമ്മുടെ കമ്പോസിറ്റർ ആഡ് ആകുന്നത്. അപ്പോഴാണ് നമുക്കതൊരു ഫുള്ളായിട്ട് നമ്മൾ നേരത്തെ കണ്ടില്ലേ കമ്പോസിറ്ററൊക്കെ ആഡ് ചെയ്ത് നമ്മൾ ഡിസ്പ്ലേ കണ്ട പോലെ തന്നെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഇപ്പം ജസ്റ്റ് അതിന് വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോൾ അതെ, നമ്മുടെ ഇതാണ് റെൻഡർ. ഇപ്പം ഇതാണ് നമ്മുടെ ഔട്ട്. ഇപ്പം ഞാൻ ഫൈറ്ററിലാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ എത്ര നേരം എടുത്തു അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതിൻ്റെ അകത്തുണ്ട്. അപ്പം ഈ ഒരു സാധനം നമ്മൾ ലാസ്റ്റ് ഫൈനൽ റെൻഡർ ഇതാണ്. അപ്പോൾ നമുക്കൊരു ലൈറ്റിങ് അത് കുറച്ചും കൂടി ട്വീക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ലൈറ്റിംഗ് സെറ്റിംഗ് ആണെങ്കിലും നമുക്ക് കുറച്ചും കൂടി ഒരു അഡ്വാൻസ് ആയിരിക്കും. ആ ലൈറ്റിങ് നമ്മൾ കൂടുതൽ റിഫ്ലക്ഷൻസ് അങ്ങനത്തെ കാര്യങ്ങൾ നോക്കി ഇങ്ങനത്തെ കോമ്പോസിറ്റർ ആഡ് ചെയ്ത് അങ്ങനെ ചെയ്യാം. അപ്പോൾ അങ്ങനെ ആകുമ്പം കുറച്ചും കൂടി വിഷ്വലി ഇതുപോലെ ഭംഗിയും റിയലിസ്റ്റിക്കും അങ്ങനെയായിട്ട്. അപ്പം അങ്ങനെ സെറ്റല്ലേ?